ഫോഗാണ് കേട്ടോ. ഇപ്പൊ പുറത്തിറങ്ങി നിന്നാ നല്ലായിരിക്കും, പക്ഷെ കാടായതുകൊണ്ട് എനിക്ക് ഒന്നും കാണാനില്ല കേട്ടോ ഗൈസ്. എനിക്ക് റോഡേ കാണുന്നില്ല. മെല്ലെ പോന്നുള്ളൂ. രണ്ട് കണ്ണ് മാത്രം കാണുന്നുണ്ടോ? നമ്മള് ചായക്കട എത്തിയിട്ട് നല്ലൊരു വൈബ് സ്പോട്ടില് സൂപ്പർ ചായക്കട. ഈ ചായക്കട പ്ലേസ് ചെയ്ത ഒരു സ്ഥലം ഇല്ലേ, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. കൊതിയാവുന്നു അവിടെ പോയി ചായ കുടിക്കാനായിട്ട്. കൊതിയാവും നിനക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യെസ്, ഇന്ന് നമ്മള് ഒരു സ്ഥലം വരെ പോവാണ്. നമ്മളെ വീക്കെൻഡായി. അപ്പോൾ വീക്കെൻഡ് ആയപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ കുറച്ച് റെഡിയായി. ഒരാൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആളെ കാണിച്ചു തരാം. എന്താ? ഓ, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നോ? എന്താ ചെയ്യുന്നേ? ഇതെന്താ അത് ഈ കട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട്? ഒരു വൃത്തിയില്ല. ആണോ? ലാപ്പിന്റെയാ? ബാക്കിയല്ലേ ഈ സാധനമൊക്കെ? മേക്കപ്പ് സാധനമല്ലേ നിന്റെ? അത് നമ്മൾ പാക്ക് ചെയ്തല്ലേ. അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ ഈ ട്രോളിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ പോകുന്ന ആദ്യം നമ്മള് യെസ്, ഇന്നൊരു കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ആ പരിപാടി എന്താന്ന് നിങ്ങൾ കണ്ടോണ്ടിരിക്കെ. എന്താന്ന് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? പരിപാടി എന്താന്നൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. അത് കണ്ടോണ്ടിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നത്. അതെവിടെയാ? നമ്മൾ ഇടുക്കിയിൽ പോവാണ് ഗൈസ്. നമ്മൾ ഇടുക്കി പോവാ. നമ്മൾ കൊറേ ഇടുക്കിയിൽ എന്തിനു പോകുന്നതെന്ന് വെച്ചാൽ സമാധാനം കിട്ടാൻ വേണ്ടിട്ട്. ഈക്വൽ ടു തണുപ്പ്, ഈക്വൽ ടു നേച്ചർ. നമുക്ക് കുറച്ച് ഇവിടെ എറണാകുളത്ത് ഭയങ്കര ചൂടല്ലേ? ലാസ്റ്റ് ടൈം അതെ, ലാസ്റ്റ് ടൈം നിലത്തൊക്കെ ചവിട്ടുമ്പോ അങ്ങനെയാ. നമ്മള് വീട്ടിലൊക്കെ നല്ല തണുത്ത കാറ്റ്, ഇങ്ങനെ AC വരുന്ന തണുത്ത കാറ്റ് പോലെയാണ് നമ്മൾ വീട്ടിൽ വന്നോണ്ടിരുന്നത്. അപ്പൊ അന്ന് നമുക്ക് അവിടെ നിക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് നമ്മള് ഇന്ന് ഈ ആഴ്ച നമ്മൾ വീക്കെൻഡ് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാം അല്ലെ? അതാണ് നമ്മൾ രാത്രി ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമ്മളെ നൈറ്റ് ട്രാവൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ പ്ലാൻ. വളഞ്ഞ് നമുക്ക് ഫോഗ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം പോയപ്പോ നല്ല ഫോഗ് ഉണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താ അവസ്ഥ നമുക്കറിയില്ല. അവിടെ പോയിട്ട് നോക്കാം. നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്ത് പോയാൽ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ നല്ല ചൂടായിരിക്കും ഇടുക്കിയിൽ. എനിക്കറിയില്ല അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഈവനിങ് ആകുമ്പോ നല്ല തണുപ്പായിരിക്കും. അപ്പൊ നമ്മുടെ ബാൽക്കണിയിൽ കുറച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അത് സെറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മള് ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഗൺവില്ല കൊഴിഞ്ഞു പോയെന്നല്ലേ? ഫുള്ള് പൊളിഞ്ഞു പോയെന്നാ. അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ബോഗൺവില്ലയുടെ അവസ്ഥ. കംപ്ലീറ്റ് മേക്ക് ഓവർ ആൻഡ് ഗൈസ്. കണ്ടോ? നല്ല ഫ്ലവേഴ്സ് കൂടുതൽ വന്ന് നല്ല സൂപ്പറായിട്ട് പൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് ഇതിനെ പൊക്കൊണ്ട് വന്ന് ഇപ്പം നല്ല രസമുണ്ട് ഈ ബോഗൺവില്ല. ഇതേപോലെ വൈറ്റ് ബോഗൺവില്ല നമ്മൾ അവിടുന്ന് ചെറിയ തണ്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നതായി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ഇത് വരുമോ ഇല്ലയോന്നൊന്നും അറിയില്ല. നമ്മൾ വെച്ചിട്ടുണ്ട്. വന്നാൽ നല്ലതാണ്. അപ്പോൾ വൈറ്റും റോസും കൂടെ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. ഇത് നമ്മൾ ലാസ്റ്റ് ടൈം ഇടുക്കി പോയപ്പോൾ ഒരു കടയിൽ റോഡിൽ അല്ലാതെ സൂപ്പറായിട്ട് വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പോകുമ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും അവിടെ നിന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വരുമ്പോ കടയൊക്കെ ക്ലോസ് ചെയ്തു. അപ്പൊ ആളാണ് നമുക്ക് അത് സെറ്റാക്കി തന്നത്. അത് സെറ്റാക്കിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് പൊങ്ങോ ഇല്ലയോ നമുക്ക് നോക്കാം. ബാക്കിയുള്ള ചെറിയ ചെറിയ കുറച്ച് മണി പ്ലാന്റും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മിറാക്കിൾ ഫ്രൂട്ട്. ഫ്രൂട്ട് വന്നിട്ടുണ്ട്. ഈ ഫ്രൂട്ടിനൊക്കെ പോകുന്നത് റോസ് ആണെങ്കിൽ വാടിപ്പോയി, എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലെ ഗാർഡന്റെ അവസ്ഥ. ടൈം പോകാൻ പറ്റുള്ളൂ. പോവാം.
നല്ല വൈബാണ്. നല്ല സൺസെറ്റ് ആവാൻ വേണ്ടി നിക്കുക. നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് കറക്റ്റ് സൺസെറ്റ് കാണാൻ പറ്റും, സൺറൈസ് കാണാൻ പറ്റും. ഞാൻ റെഡിയായി, നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ബാക്കിയുള്ളതൊക്കെ പതിയെ പതിയെ കാണാം. അപ്പൊ നമ്മള് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ പറഞ്ഞ പരിപാടി അങ്ങോട്ടേക്ക് പോവാ. എങ്ങോട്ടാ അതി? എന്താന്ന് പറ. നമ്മൾ ആക്ച്വലി ജിമ്മിലേക്കാണ് പോകുന്നത്, നമ്മുടെ ജിമ്മിലേക്ക്. ജിം കോസ്റ്റ്യൂമിലല്ല, എന്നാലും നമ്മള് ജിമ്മിലേക്ക്. ഇങ്ങനെ എന്തിനാ നിങ്ങൾ ജിമ്മിൽ പോകുന്നല്ലേ? എന്തിനാ 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 മോനെ പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ട്? എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ജിമ്മിലെ ഇഫ്താറാണ് ഇന്ന് അല്ലേ? അപ്പൊ ഇഫ്താറിലേക്ക് നമ്മൾ പോവാം. ഇഫ്താർ വരുന്നു. അതാണ്. അപ്പൊ നമ്മള് അവിടെ അവര് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇഫ്താറിന്റെ വിരുന്ന്. അപ്പൊ നമ്മളത് ജസ്റ്റ് ഒന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു. പാർട്ടിസിപ്പേറ്റ് മീൻസ് നമ്മളിപ്പോ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ ഇടുക്കിയിലേക്ക് വണ്ടി വിടാൻ. എറണാകുളം വിടുവാ. ഇനി അടുത്ത 2 ദിവസത്തേക്ക് നമ്മൾ ഇടുക്കിയിലെ വൈബാണ്. ഇവിടെ എന്താ പോലീസ്? ഇവിടെ എന്തോ ഭയങ്കര തിരക്കാണല്ലോ. എന്തോ പറ്റി, വണ്ടി ഇടിച്ചെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ വണ്ടി തട്ടിയെന്ന് തോന്നുന്നു. സ്കൂട്ടറിന് വീണ്. പോലീസ് അല്ലടാ, ബൊലേറോയില് സ്കൂട്ടർ ഇടിച്ചെന്ന് തോന്നുന്നു. സ്കൂട്ടറോ ബൈക്കോ എന്തോ ഇടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ബൊലേറോനെ. അതാന്ന് തോന്നുന്നു. ആർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ജസ്റ്റ് സ്ക്രാച്ച് ആയിട്ടേ ഉള്ളൂ. വണ്ടിക്ക് ചെറിയ പ്രശ്നം പറ്റിയിട്ടേ ഉള്ളൂ, കണ്ടത് വെച്ച്. ഒന്നും പറ്റാണ്ടിരിക്കട്ടെ. അപ്പൊ നേരെ നമ്മൾ ഇനി ജിമ്മിലേക്ക് പോവാ, ഇഫ്താർ പൊളിക്കുക. നമ്മൾ ജയന്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ജയന്തും വരാന്ന് പറഞ്ഞിട്ട് ദിലി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് അവരെ കണ്ടിട്ട് നമുക്ക് ഇഫ്താറിലൊന്ന് കളറാക്കിട്ട് നമുക്ക് പോവല്ലേ? നമുക്ക് നേരെ പരിപാടി പോകാം. നമ്മളെ ജിമ്മില് ഫ്രണ്ടിലൊന്നും പാർക്കിംഗ് ഇല്ല. അപ്പൊ വണ്ടി അല്ലാതെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കൊറേ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിന്നെ കൊണ്ടുപോയാലേ 6:00 അവര് പറഞ്ഞത്, ഓൾറെഡി 6:30 അപ്പൊ അവരെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മള് എന്താ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് ആയിരിക്കും കേട്ടോ. നമ്മള് പുറത്ത് നിർത്തുന്ന തോന്നുന്നു, നമുക്കൊന്നും കിട്ടുമെന്ന് തോന്നില്ല. പോയി നോക്കാം. നമ്മളെ വന്നിട്ടില്ല ജയന്ത്, നമ്മളിപ്പോഴേലും വന്നു, ജയന്ത് ഇതുവരെ വന്നിട്ടില്ല. പോയി നോക്കാം. പറ്റില്ലല്ലോ, അവര് കറക്റ്റ് സമയത്ത് അതെ, അവര് കറക്റ്റ് സമയത്ത് കഴിക്കാം. നമുക്ക് അകത്ത് കയറി നോക്കാം, പോയിട്ട് എന്താ അവസ്ഥ. ഒന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി പോവല്ലേ അതി. നമുക്ക് നോക്കാം. ഫുള്ള് തിരക്കാട്ടോ, എല്ലാരും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. എനിക്ക് എന്തിനാ വന്നേന്ന് ചോദിക്കും ചിലപ്പോ. നിങ്ങൾ എന്താന്ന് ചോദിക്കുന്നത്? ബ്ലാക്ക് സ്കോട്ട്. നമ്മളെ ട്രെയിനറൊക്കെ ഭയങ്കര ബ്ലാക്ക് എടുത്ത് ഫുള്ള് തിരക്കട്ടോ. പൊക്കോ ആരോ വരച്ചിട്ടുണ്ട് കേട്ടോ. ബോക്സ് ബോൺ ഇഫ്താർ. ഹലോ, കഴിച്ചോട്ടോ. കഴിച്ചാ? ഉള്ളത് മതി. കഴിച്ചോട്ട് പറഞ്ഞു. തീർന്നു പോയത്, അത് തീർന്നു പോയി. അത് ഞാൻ കഴിച്ചു പോയത്. നമുക്ക് വാട്ടർമെലൺ ഉണ്ട്. എന്താ കുടിക്കുന്നത്? ആദ്യം ഇതാണ് കുടിക്കേണ്ടത്. ജ്യൂസാണോ കുടിക്കുന്നത്? തണുപ്പായതുകൊണ്ട് ഞാൻ ജ്യൂസ് കുറച്ച് കുടിക്കാം. അയ്യോ, നല്ല തണുപ്പാ. എനിക്ക് ഒന്നാമതെ കോൾഡാണ്, അപ്പൊ ജ്യൂസ് കുടിച്ചാൽ ശരി. നല്ല കുടിച്ചോ. അടയണം. ഭാഗ്യം AC ഇല്ലാത്തത്, അല്ലെങ്കിൽ ഞാൻ തീർന്നേനെ. എനിക്ക് ചൂടെടുക്ക്, ഇത് കോൾഡ് ആയതുകൊണ്ടാ. AC ഇല്ലാത്തോണ്ട് പറ്റുന്നില്ല കേട്ടോ. അത് കഴിക്കുക. പൈനാപ്പിൾ ഇരുന്നിട്ട് എണീറ്റത്. ഇരിക്കാൻ നല്ല സുഖം. ഇത് മറ്റേ പാൻറ്റൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും, പക്ഷെ ഇതിട്ട് അത്ര ഫീൽ ചെയ്തിരിക്കാൻ പറ്റും. എന്തൊക്കെയാ ഉള്ളത്? സമൂസ എന്താ കഴിക്കാത്ത? അയ്യോ, ഞാൻ കുറച്ച് കഴിച്ചു കഴിഞ്ഞു. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഇതല്ലാണ്ട് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഒരു മെയിൻ ഡിഷ് ഉണ്ടെന്നാ പറഞ്ഞത്, അലിസ്റ്റർ. മട്ടൻ ബിരിയാണി. അപ്പൊ ഇത് കഴിച്ചാൽ ഞാൻ മട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാൻ കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. കഴിക്കാം. നമ്മൾ കഴിച്ചിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ.
കഴിക്കും, ഇവിടുന്ന് പോവാൻ പറ്റുമോന്ന് അറിയില്ല. കഴിക്കും, പക്ഷെ ഇവിടുന്ന് പോവാൻ പറ്റുമോന്ന് അറിയില്ല. ഒരു സാധനം കാലിന്റെ ഇടയിൽ കൂടെ ഓടുന്നു. ഇവനാണ് ഇവിടുത്തെ മെയിൻ ടീം. അവനെ പിടിക്കാൻ പറ്റൂല ആരും. ഇതുവരെ ജയന്ത് ഇതുവരെ എത്തിയിട്ടില്ല. ഇത് കഴിച്ചിട്ട് ഇടുക്കി വരാൻ മറ്റേ ഇത് കേറുമ്പോ നൈസായിരിക്കും. വയറ് സീനാവും. വാളൂക്കോ ഇത് ഫൈനലി എത്തി. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുന്ന ഭയങ്കര എന്താ എടാ എവിടെ തിരക്ക്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചയിലായിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. നീ നാട്ടിൽ പോയി നിന്റെ തിരക്കാ, ഞങ്ങളുടെ തിരക്കൊന്നുമില്ല. ഞങ്ങള് ഒരു ചെറിയ തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ജയന്തിനെ കാണുന്നത്. അന്ന് മുങ്ങിയതാ ഡാൻസ് കളിക്കാതെ നീ. പിന്നെ ഞങ്ങള് കൂട്ടും. നീ ഞങ്ങളെ ചതിച്ചു, ചതിയൻ. അതെ അതെ, ആ വീഡിയോ കാണുന്നുണ്ട്. എന്താ കളിക്കാൻ വരാത്ത? എവിടെ? പക്ഷെ നിങ്ങൾ വന്നില്ല. അടുത്ത പ്രാവശ്യം കളിക്കാൻ നോക്കാം. ഫുഡ് കഴിക്കണ്ടേ? ഓ, ഇവിടെ നല്ല കാറ്റ് വരുന്നുണ്ട്. മട്ടൻ ബിരിയാണിയാണ് അടുത്ത നമ്മളെ മെയിൻ കോഴ്സ്. നമ്മൾ മട്ടൻ ബിരിയാണി കഴിക്കാം. മട്ടൻ ബിരിയാണി കഴിക്കാൻ പോവാം. ഇന്ന് ഇഫ്താറിനെ ഇവിടുന്ന് കഴിക്കാൻ പാടില്ല. കഴിച്ച സീനാവുന്ന ഇവനെ ബീച്ചിൽ മൈക്ക് ഇവിടെയാ, ഒന്നും കേൾക്കൂല. പാവം, കുഴപ്പമില്ല, സ്ക്രീനിലുണ്ട്. എന്താ എവിടെ പോന്ന്? നമ്മള് മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകുന്നു. വണ്ടി ഇത് മറ്റേ ഇതില് പള്ളിയുടെ അവിടെ നമ്മളെ ഫുഡ് കിട്ടി. മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ. ഇരുന്ന് കഴിക്കാനൊന്നും പറ്റൂല, നമ്മളിത് പുറത്ത് നിന്നിട്ടാണ്. അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കണം. അങ്ങനെ ഇരുന്നാലോ? അകത്ത് പോയിട്ട് അപ്പുറത്ത് ബെഞ്ച് ഉണ്ട്, അവിടെ ഇരുന്നാലോ? ബാക്കില് അവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാര്. എന്നാ വാ, ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു, വയറ് നിറഞ്ഞിരിക്കുന്നു. അയ്യോ, എന്റെ വയറ് ഫുള്ള് ഹെവി ആയിട്ടോ. ഇടുക്കിലേക്ക് ഇങ്ങനെ പോവും, വളഞ്ഞു വളഞ്ഞാണ് ആലോചിക്കുന്നത്. അതെ, എനിക്കും അതാ, ഞാനും അതാ ഓർത്തോണ്ടിരിക്കുന്നത്. മട്ടൻ ബിരിയാണി നല്ല അടിപൊളി ആയതുകൊണ്ട് കുറച്ചും കഴിച്ചു. സാധാരണ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ വയറ് ഫുള്ള് കഴിച്ചു. ഹെവി ഞാൻ എന്തൊക്കെ കഴിച്ചിട്ട് ഒന്നും നല്ല ബിരിയാണി ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. അതെ, ഇവനൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് വെച്ചു. 2-3 പ്രാവശ്യമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ബിരിയാണി, നല്ല സൂപ്പർ മട്ടൻ ബിരിയാണി ആയിരുന്നു. ഇത് ഏതാ കാറ്ററിംഗ് എന്നൊന്നും അറിയില്ല, നല്ല ബിരിയാണി ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വിടല്ലേ, പോണ്ടേ? ഓക്കെ, ഇവിടെ എല്ലാവരും ഓൾമോസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇറങ്ങാല്ലേ? നമുക്കിനി അവിടം വരെ പോകണം. അപ്പൊ ലേറ്റ് ആവും, ഒരു 3-3.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. എന്താ ഇതെന്താ ഇത്? കോഴിക്കടയാ? എല്ലാരും കഴിക്കാൻ. ഓ, 2 പ്ലേറ്റും കൊണ്ട് പോയായിരുന്നില്ല കുറച്ച് മുമ്പ്. സെക്കൻഡ് റൗണ്ടില് ഇതാണ് ട്രെയിനർ, കോച്ചിന്റെ അവസ്ഥ കേട്ടോ. നമ്മള് കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് ഫുള്ള് ചിക്കൻ. കോച്ചിന് എന്തു ആവാം. എന്നിട്ട് കിട്ടിയത് ജയന്തൊക്കെ കുറച്ചുമ്പോ ഭയങ്കര കച്ചിലായിരുന്നു. ഒരു പീസ് കഴിച്ചോട്ടേ എന്നായിരുന്നു. കോച്ചാണെങ്കിൽ എന്തു ആവാം. കുറച്ചൊക്കെ പറഞ്ഞു കഴിച്ചതിനെ കാലൊടിക്കുന്നൊക്കെ പറഞ്ഞ. കരയായിരുന്നു. എനിക്ക് ഒരു പീസ്, ഒരു മട്ടന്റെ പീസ് ഇതാ ഇപ്പൊ കഴിക്കുന്നുണ്ടോ? അതെ. അപ്പൊ അത് അവൻ കഴിക്കാണ്ടിരുന്നല്ലോ. തെറ്റ്. അതെ, എന്താ എവിടെ എത്തി? നമ്മള് ഇടുക്കിയില് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മൾ ഓൺ ദ വേയില് മുണ്ടക്കയം എത്തി. മുണ്ടക്കയം എന്ന് പറഞ്ഞൊരു ടൗണ്, മുണ്ടക്കയം. അപ്പൊ ഓൺ ദ വേയില് നമ്മളൊരു നല്ലൊരു ഗ്രൗണ്ട്, നല്ല തണുപ്പ് വന്ന് തുടങ്ങിയല്ലേ. ചെറിയ തണുപ്പുണ്ട്. നമ്മള് നോക്കിയപ്പോ ഒരു പുഴേന്റെ സൈഡിൽ അവിടെ ടർഫ് അല്ല, ഒരു ഗ്രൗണ്ടാ. മഡ് ഗ്രൗണ്ടില് പിള്ളേര് കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ, നല്ല സ്പോട്ട് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ആൾക്കാരെന്താ പിള്ളേർ ഇങ്ങനെ കളിക്കുന്നു. നല്ല രസമുണ്ടല്ലേ. ഇവിടെ നല്ല മഴയായിരുന്നു തോന്നുന്നു. റോഡൊക്കെ നനഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് മുകളിൽ പോകുമ്പോ നല്ല മഴയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്ലൈമറ്റ് എല്ലാം സൂപ്പർ ആയിരിക്കും. നമ്മള് എല്ലാം അനിമൽസ് സ്പോട്ട് ചെയ്യും. നമ്മള് മുകളിൽ ഇടുക്കിയിലൊക്കെ കയറുന്നത്. എന്ത് വിചാരിച്ചോണ്ടിരുന്നത്? സുഖവാസ കേന്ദ്രം എന്നാ. വൈൽഡ് അനിമൽസ് ലിവിംഗ് പ്ലേസ് ആണ് ഇടുക്കി.
ഇവരാണ് അവിടുത്തെ മെയിൻ വൈൽഡ്. ഞങ്ങളങ്ങനെ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി, എനിക്ക് കോൾഡ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം കാണിക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ വണ്ടി നിർത്തിയത് ഇവിടെ. ഓ നല്ല രസമുണ്ട് കേട്ടോ പുറത്ത്. ഓ നല്ല കാലാവസ്ഥ, നല്ല മൂണുണ്ട്. ആണ് ഗ്രൗണ്ട്. ഗ്രൗണ്ട് കാണുമെന്നറിയില്ല, പിള്ളേരിങ്ങനെ കളിക്കുന്നുണ്ട്. നല്ല ഫോഗ് അടിച്ച് കിടക്കാണ്, മഞ്ഞ് മൂടി കിടക്കാണ്, അതുകൊണ്ടാണ് ഗ്രൗണ്ട് കാണാൻ പറ്റാത്തത്. ഇതാണ് പുഴ, പുഴയിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ. അവിടെ ഇരിക്കുന്ന നോക്ക്, വരുന്നില്ലേ പുറത്തേക്ക് വാ. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ബൈപ്പാസാണ്, നമ്മൾ മുണ്ടക്കയം അങ്ങോട്ടേക്ക് കയറുന്ന ബൈപ്പാസ്. ബാ പുറത്ത് നല്ല തണുപ്പാ, ഇറങ്ങുന്നില്ലേ? ആണോ? എന്നാ പോവാം. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി വേണമെങ്കിൽ, ഒരു ഫീലുണ്ട്, രസമുണ്ട്. ആ ഗ്രൗണ്ട്. ആ വെള്ളം ഇല്ലല്ലോ. ആ അതറിയില്ല, ചെറിയ മഴ പെയ്തിട്ടുള്ളൂ, പക്ഷെ ഒരു തണുപ്പുണ്ട്, ചൂടില്ല, ഒരു ഫീലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ മുകളിലേക്ക് കയറുക. ഒരു 1 hour 45 minutes ഉണ്ട്. ഇനി മുകളിലേക്ക് പോയിട്ട് നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഊട്ടിയൊക്കെ എടുത്തിട്ടില്ലേ? ഇപ്പൊ ഈ നമ്മള് കാറിൽ പോകുമ്പോ തണുപ്പുണ്ടാവില്ല, നമ്മൾ അവിടെ എത്തിയിട്ടല്ലേ, അത് നോക്കാം. നല്ല ഫോഗാണ് കേട്ടോ, ഇടയ്ക്ക് വന്നും പോയിരിക്കുന്നുണ്ട്. നല്ല മഞ്ഞ് മൂടി കാണുന്നില്ല എനിക്ക്. സ്ലോ ആക്കടാ, ഈ വൈറ്റ് ലൈൻ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നീ സ്പീഡ് പോലടാ, പിന്നെന്താ ഫുൾ ഫോഗാണ്. ചെക്കനെ പറപ്പിക്കല് കണ്ടില്ലേ? ഞാൻ പതിയെ പോകുന്നത് അത് ഫോഗിൽ ഇപ്പൊ പുറത്തിറങ്ങി നല്ലായിരിക്കും, പക്ഷെ കാടായതുകൊണ്ട് എനിക്ക് ഒന്നും കാണാനില്ല കേട്ടോ ഗൈസ്. എനിക്ക് റോഡേ കാണുന്നില്ല. ഒരു വണ്ടി വരുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? നീ കാണുന്നുണ്ടോടാ? ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഈ സെൻട്രൽ ലൈനിലുള്ള വൈറ്റ് ലൈൻ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഓ ഈ വൈറ്റ് ലൈനാ? ഞാൻ ആസ്വദിക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. ആസ്വദിക്കാനോ? ഈ ഒരു വ്യൂ കണ്ടോ ഗൈസ്? ഈ ലൈക്ക് എന്തായിരുന്നു മറ്റേ ആനേന്റെ പട്ടയും കൊണ്ട് പോകുന്ന ഫുഡ്, ആനേന്റെ ഫുഡും കൊണ്ട് പോകുന്ന ഒരു ലോറിയെ. ഈ ലോറി അല്ലാണ്ട് ചുറ്റുള്ളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ലോറിന്റെ സൈഡില് ലോറിന്റെ കുറച്ച് ലൈറ്റ്സ് കാണുന്നുണ്ട്. ഐ മീൻ ഇത് അതിലടിക്കുന്ന ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. ബാക്കി ഫുള്ള് കാടും ഇടയ്ക്ക് കേറി വരുന്ന ഫോഗും അല്ലേ, വണ്ടികളും ഫുൾ അങ്ങനെ ലൈറ്റ്, ഫുൾ വണ്ടിയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കേറി വരുന്നുണ്ട്. പക്ഷെ കൊള്ളാം, വൈബുണ്ട്. കുട്ടിക്കാനം എത്താൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു 5 minutes നമ്മളിപ്പോ കുട്ടിക്കാനം എത്തും. കുട്ടിക്കാനം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതിനേക്കാളും പോകായിരിക്കും. എനിക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഈ വണ്ടിനെ ഞാൻ കാണുന്നുണ്ട്, ആ വണ്ടി വെച്ചാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഓവർടേക്ക് എനിക്ക് ഓവർടേക്ക് ഫുള്ള് ഫോഗാണ്. നീ എങ്ങനെ ഓവർടേക്ക് ചെയ്യാ? നോക്ക്, അടിച്ച് കേറുന്നു. എനിക്കിതില് വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. വണ്ടി ഓവർടേക്കേണ്ട ആവശ്യമില്ല, മെല്ലെ പോയാ മതി. അത്രയും ഫോഗാണ്, നിറഞ്ഞിരിക്കുന്നു. വാവ്. ഒരു ഇതില് നോക്കുമ്പോ സൈഡ് സീറ്റിൽ ഇരിക്കുമ്പോ വാവ് ആണ്, പക്ഷെ നിന്റെ എക്സ്പ്രഷൻ എന്താ? എനിക്ക് കുഴപ്പമില്ല, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന റോഡാണ്. ഞാനിത് ഓവർടേക്ക് ചെയ്താലും ഞാൻ പോവും. ഇവിടാണ് പോവാൻ സമ്മതിക്കാത്തന്നെ. ഇടുക്കിക്കാർക്ക് എന്ത് ഫോഗടാ. ഞാൻ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ? വേണ്ട 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 വേണ്ട, എനിക്ക് അറിയാവുന്ന റോഡാണ്. എന്താണിത്? അത് ഇത് എനിക്ക് അറിയാവുന്ന റോഡാ. ഇത് നമ്മളെ വീട്ടിൽ പോകുന്ന റോഡ്. ഞാൻ എന്തിനാ മെല്ലെ പോകുന്നുള്ളൂ. രണ്ട് കണ്ണ് മാത്രം കാണുന്നു. നമ്മള് കുട്ടിക്കാനം എത്തി. ഇനി ഒരു 2 ടേണിങ് കൂടെ കഴിഞ്ഞാൽ കുട്ടിക്കാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര ഫോഗ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ. കുട്ടിക്കാനം മുകളിൽ കയറി കഴിഞ്ഞാൽ ഫോഗ് തീരും. അത് ആ കേറുന്ന ഒരു
ആ ഒരു സ്ഥലത്ത് മാത്രം എപ്പോഴും നല്ല ഫോഗ് ഉണ്ടാവും. പിന്നെ കുട്ടിക്കാനത്തും ഉണ്ടാവും. കുട്ടിക്കാനം കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കുറയും, പതിയെ പതിയെ കുറയും. താഴേക്ക് ഇറങ്ങുമ്പോ കുറച്ചായിട്ട് കുറയും. കുട്ടിക്കാനം കഴിഞ്ഞിട്ടുള്ള ബസ് കയറ്റല്ലേ അവിടെ ഉണ്ടാവൂലേ ഫുള്ള്? അതാ ഇപ്പൊ വരും മുകളിലേക്ക്. കുട്ടിക്കാനം കേറുമ്പോ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിരിക്കുന്നുണ്ട്. ഓരോ സ്പോട്ടിൽ വരുന്നു പിന്നെ പോകുന്നു. ചില സ്പോട്ടില് ഭയങ്കര ഫോഗ് ആയിരിക്കും, ഒന്നും കാണാൻ പറ്റാത്ത പോലെ അല്ലേ? ലിറ്ററലി ഒന്നും ഇതാണ് കുട്ടിക്കാനത്തിന്റെ ബ്യൂട്ടി. ദിസ് ഈസ് എ ബ്യൂട്ടി ഓഫ് കുട്ടിക്കാനം. മരയം കോളേജിൽ പഠിച്ചവർക്ക് മാത്രമല്ല, കുട്ടിക്കാനത്ത് പഠിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ കുട്ടിക്കാനത്തിന്റെ ബ്യൂട്ടി എന്താന്ന്. ഇതാ നമ്മള് കുട്ടിക്കാനം ടൗൺ എത്തി. ആരുമില്ല, സമയം 11:30 കേട്ടോ. സമയം 11:30. അതുകൊണ്ട് ആരും ഇല്ല. ഓൾമോസ്റ്റ് ഷോപ്സ് എല്ലാം ക്ലോസ് ആയി. ഓ ആ മരയം കോളേജില് മഞ്ഞ് മൂടി കിടക്കുന്നൊക്കെ. അതിന് മഞ്ഞ് കേറി കിടക്കുന്നു നോക്ക്. കിടക്കുന്നുണ്ടാ? ആ ഇതൊക്കെ നൈറ്റ് കടകളാണ്. നമ്മളെ ഈ നൈറ്റ് കടയിലൊക്കെ പണ്ട് കഴിക്കാൻ തട്ടുകടയിൽ കഴിക്കാൻ വരാറുണ്ട്. കൊള്ളാം, വൈബുണ്ടാവും. പക്ഷെ വയറില്ല. അടുത്ത ഫോഗ്. ഓ മൈ ഗോഡ്, ഞാൻ കുറച്ചു നേരം ആസ്വദിച്ചിട്ട് വരാം ഗൈസ്. ഹലോ ഗൈസ്, നമ്മള് വെൽക്കം ബാക്ക്. ഞങ്ങള് ഇന്നലെ രാത്രി എത്ര മണിക്കാ? 11:30 എത്തിയത്. 11:30 ആ 11:30 ആവുമ്പോ എത്തി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണായിരുന്നു, കിടന്ന് ഉറങ്ങിപ്പോയി. നല്ല തണുപ്പായതുകൊണ്ടില്ലേ, 2 ബ്ലാങ്കറ്റിന്റെ അടിയിൽ അങ്ങനെ കിടന്നു. നല്ല തണുപ്പാണ് ഇടുക്കിയില്. ഇപ്പൊ നമ്മള് 10 മണി വരെ ഉറങ്ങി. ഇപ്പൊ രാവിലെ നമ്മള് രാവിലെ ഇറങ്ങിയിട്ടില്ല. രാവിലെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മള് വൈകിട്ടൊന്ന് പുറത്തിറങ്ങി ഇടുക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. അല്ലാതെ അതെ, ഞാൻ കുറച്ച് അധികം നേരം ഞാൻ പകൽ ഉച്ചക്കൊക്കെ കിടന്നുറങ്ങി. എന്നുവെച്ചാ പകലിങ്ങനെ തണുപ്പ് വരുമ്പോ ഇല്ലേ, തണുപ്പ് അടിച്ചു കയറുമ്പോ നല്ല ഫീൽ ഉണ്ട്. പുതപ്പിന്റെ അടിയിൽ തന്നെ ഇരിക്കാൻ തോന്നും. എനിക്ക് ഇപ്പോഴും എണീക്കാൻ തോന്നിയില്ല, ഇപ്പൊ വലിച്ചെണീപ്പിച്ചാ കൊണ്ടുവന്നേ. അതെ, ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണ്ടേ? നമ്മൾ ഇവിടെ വന്നിട്ട് റൂമിൽ തന്നെ ഇരുന്ന നമ്മൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചു. യെസ്, അടിപൊളി തേയില, ഫുള്ള് തേയിലക്കാടാണ്. ഇങ്ങനെ എന്താ പറയാ, ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അതെ, നമ്മളൊരു കുറച്ച് ആൾക്കാരെ ലൈഫ് ഇപ്പൊ എന്താ പറയാ, ഒരു നാട്ടുമ്പുറത്തെ ആൾക്കാരെയൊക്കെ ലൈഫ് ഇങ്ങനെ കാണാം കുറച്ച് അകത്തേക്ക് കേറി കഴിഞ്ഞാ. പക്ഷെ നമ്മള് ഇപ്പൊ റോഡ് സൈഡിലാണുള്ളത്. നമ്മള് നാട്ടുംപുറം ഇവിടുത്തെ ലൈൻസും ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ കാണാൻ വേണ്ടിട്ട് കുറച്ച് പേര് കടയിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. പഴയ ആൾക്കാര് ചെറിയ കട. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഓ, ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ അടിപൊളിയായിരിക്കും. നീ മൂന്നാറിൽ പോകുമ്പോ പറഞ്ഞ പോലെ. ഇപ്പൊ ചേട്ടന് ഒരു ഗ്രൗണ്ടിൽ കളി കാണാൻ പോയിട്ടുണ്ട്. അവിടെ ഇതേപോലെ 2 സൈഡ് തേയില് അതിൽ കളിക്കുന്നുണ്ട് അവര്. അത് ഏതൊരു ഗ്രൗണ്ട് എവിടെയാന്ന് അറിയില്ല. അപ്പൊ നമ്മള് കുറച്ച് ഇങ്ങനെ ഇടുക്കിയില് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവാ. ചുമ്മാ ഒരു റൈഡ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഭയങ്കര വ്യൂ ആ. ഇതിന്റെ വീട്ടിന്ന് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തേയില കാണാം. ഇങ്ങനെ തട്ടുതട്ടായിട്ട് തേയില ഇങ്ങനെ കാണാൻ പറ്റും. നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ. ഇവിടെ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്, കാറ്റിനൊക്കെ നല്ല തണുപ്പാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ച് മുകളിലത്തെ സ്ഥലത്താ. താഴേക്ക് ഇങ്ങനെ എന്താ പറയാ, കുറച്ച് ഇങ്ങനെ താഴേക്കുള്ള സ്ഥലത്ത് വെയിൽ കുറവാ കിട്ടുന്നത്. ആ സ്ഥലത്ത് പകലും ഉച്ചയ്ക്കും ഒക്കെ നല്ല തണുപ്പാ. നല്ല സുഖമുണ്ട് ഇവിടെ. നല്ല സുഖമുണ്ടല്ലേ? ഇവിടെ തന്നെ നിന്നാലോ? ഇവിടെ തന്നെ നിക്കാം, പക്ഷെ നമുക്ക് പണി വേണ്ടേ? അതെ, നമുക്ക് ഇവിടെ ജോലിയില്ലല്ലോ. അതെ, അതാണ് സീന്. ഓഫീസിൽ പോയാലല്ലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. കുറച്ചും കൂടെ നല്ല വ്യൂ ഉള്ള സ്ഥലം നോക്കി നമ്മൾ ചുമ്മാ കാറിൽ അങ്ങോട്ട് പോവാ. നമുക്ക് പോയി നോക്കാം. ഒരു പട്ടിയുണ്ട്, ഇവിടെ ഒരു കടയുണ്ട്. റോഡ് പണ്ടത്തെ പോലെയല്ല. അതറിയില്ല. റോഡ് പണ്ടത്തെ ഇതാ ലൈൻസ് ഞാൻ പറഞ്ഞില്ലേ, അത് കാണുന്നില്ലേ? ഇതാണ് ലൈൻസില് അടുത്തടുത്ത് വീടുകളുണ്ടാവും. ഇവിടെ തന്നെ ഇവര് ജോലി എത്തിട്ട് ഇവിടെ തന്നെ ഇവര് തന്നെ ഈ AVT ഇതുപോലത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് അവര് തന്നെ ഫ്രീ ആയിട്ട് വീട്, ആ ലൈൻസ് വീട് അവർക്ക് ഫ്രീ ആയിട്ടുള്ളതാ. അവര് തന്നെ കൊടുക്കും. അവർക്ക് നിക്കാൻ വേണ്ടിട്ടുള്ള സ്റ്റേയാ. അപ്പൊ അതാണ് ലൈൻസ്. ഇതുപോലെ കുറെ ലൈൻസ് ഉണ്ട് ഇവിടെ ഏരിയയില്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പൊ നമ്മള് അത് ഏത് ഫ്ലവറാന്ന് അറിയില്ല. നമ്മളിപ്പോ ഒരു കാട്ടിക്കൂടെയാണ് പോകുന്നത്. അല്ല, ഈ റോഡൊക്കെ ഭയങ്കര ചെറുതായല്ലോ. പണ്ട് ഇത്രയും ചെറുതല്ലായിരുന്നു. റോഡ് ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു. അല്ല, കുറച്ച് നല്ല റോഡായിരുന്നു. ഇപ്പൊ ഇവര് എന്തോ മഴ പെയ്തിട്ട് എന്തോ റോഡ് പൊളിഞ്ഞിട്ടുണ്ട്.
റോഡ് നന്നാക്കാനുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പോയി നോക്കാം. വയലറ്റ് ഫ്ലവർ ഒരു ചേട്ടൻ റോഡിൽ വന്ന് വെയിലൊക്കെ കൊള്ളുന്നുണ്ട്. വ്യൂ വന്നു. രണ്ട് സൈഡും തേയിലയും. തേയില മാത്രം ഇപ്പൊ കാണാൻ പറ്റില്ല. ഈ റോഡിന്റെ നടുക്കൂടെ രണ്ട് സൈഡും തേയിലയാ. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ വണ്ടി ഒതുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ ഒതുക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാം. അല്ലാതെ ഇഷ്ടപ്പെട്ടോ സ്ഥലം? ഇഷ്ടപ്പെട്ടോ? സ്ഥലം അടിപൊളി ലുക്ക്. ഈ വ്യൂ ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കും? നിങ്ങൾ തന്നെ പറയൂ. എറണാകുളത്ത് ഇങ്ങനെ ചൂടിൽ കിടന്ന് അവിഞ്ഞ് പുകഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോ എനിക്ക് പകൽ ഉച്ചക്കൊക്കെ സെറ്റർ ഇടേണ്ട അവസ്ഥയായി. എനിക്ക് ഇവനെ അത്ര ഇല്ലെന്ന് തോന്നുന്നു. നീ യൂസ്ഡ് ആണല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നോർമലി നമ്മള് ഇവിടെ തന്നെ ജീവിച്ചതല്ലേ കുറെ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ഓക്കെയാണ്. അത്ര തണുപ്പായിട്ട് തോന്നിയില്ല, ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്കിപ്പോ ഒരു കോൾഡ് ഉണ്ട്, അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല എനിക്ക്. ഇതാ ഒരു പശുവൊക്കെ ഉണ്ട് ഇവിടെ. ഒരു പശുണ്ട് ഇവിടെ സൈഡില്. താഴെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ഒരു തോടുണ്ട്, ചെറിയ തോടുണ്ട്. അവിടെ വന്ന് വണ്ടി വാഷ്, കാർ വാഷ് ഒക്കെ ചെയ്യുന്നുണ്ടാവും ആൾക്കാര്. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ഒരു അപ്പച്ചന്റെ ഒരു പഴയ കട. അവിടെ പശു ഉണ്ട്. നല്ല സുഖമായിട്ട് ഫുഡ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ടീ കോഫി ഒക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും കഴിക്കാണ്ടെങ്കിൽ വരുമ്പോ കഴിക്കാം. അവിടെ കാശ് എടുക്കേണ്ടി വരും, ഗൂഗിൾ പേ ഒന്നും എടുക്കൂല. ഈ റോഡ് നല്ലോണം പൊളിഞ്ഞു കേട്ടോ. പണ്ട് ഇത്രയും കുഴപ്പമില്ലായിരുന്നു, നല്ല റോഡായിരുന്നു. ഇത് നല്ലോണം പൊളിഞ്ഞു ഇപ്പൊ. എന്തല്ലേ ലുക്ക്, നല്ല രസമുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട്. ഓ മാൻ, പൊളി സ്ഥലം. നമ്മൾ ഫൈനലി ഒരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. നമ്മുടെ ഏരിയ തന്നെ ഉള്ള നല്ല സ്പോട്ട്. നമുക്കൊരു റീൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. നല്ല രസമുണ്ട് കേട്ടോ. രണ്ട് സൈഡും തേയിലക്കാട്, നടുക്ക് റോഡ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കൊള്ളാം, ശരിക്കും അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷെ സ്ഥലം മാത്രല്ല, ഈ വെതർ ഭയങ്കര അടിപൊളിയാ. ഫോഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ആയിട്ട് ഫോഗ് കയറി തുടങ്ങിയിട്ടുണ്ട് ആ സൈഡൊക്കെ. ഇവിടേക്കും തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഫോഗ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് എല്ലാം വരും. നല്ല മൂടും തോന്നും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്കൊരു ഡാൻസ്, നമ്മൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒരു മറ്റേ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഏത് പാട്ട്? ഇങ്ങനെ ആ പാട്ടിനാണ് നമ്മള് റീൽ എടുക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ നമുക്ക് റീൽ എടുത്തിട്ട് കാണാം. എടുക്കാം. ഒരു വണ്ടി വരുന്നുണ്ട്, അതൊന്ന് പോയിട്ട് എടുക്കാവേ. ഓക്കെ. ഒരു കാർ വരുന്നുണ്ട്. ഓക്കെ. ഈ സ്ഥലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവിടെ നോക്ക്, കുറെ പശുവൊക്കെ ഉണ്ട്. അവിടെ കുറെ പശുവൊക്കെ ഉണ്ട് കേട്ടോ. എടാ അത് ചതുപ്പല്ലായിരുന്നല്ലേ? അത് ചതുപ്പാ. എങ്ങനെയാ നിക്കുന്ന പശു അറിയില്ല. അവിടെ കുറെ പശു ഉണ്ട്. ഇവിടെ വേറെ അതിന്റെ ഫ്രണ്ടിൽ ഒരു സ്പോട്ട്, ഇരിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരു ചായക്കടയൊക്കെ ഉണ്ട്. നമ്മള് റീൽ എടുത്തിട്ട് നമുക്ക് അവിടെ പോയി നോക്കാം. എനിക്കൊന്നും പക്ഷെ പശു നിക്കുന്ന കണ്ടിട്ട് അവിടെ നമുക്ക് നിക്കാൻ പറ്റുമെന്ന്. ഇതായിരിക്കും ചതുപ്പ്. അപ്പുറത്ത് കാണുന്ന പച്ച പുല്ലില്ലേ, അവിടെ നിക്കാൻ പറ്റും തോന്നുന്നു. ആ ചായ എടുത്തോണ്ട് വന്ന് ആ പുല്ലിലൊക്കെ ഇരുന്ന് കുടിക്കാൻ. മൈ ഗോഡ്. മറ്റേ ഡയലോഗ് പറ. മധുരം ഉയരം കൂടുന്തോറും ഉയരം കൂടുന്നവരും ചായയുടെ ടേസ്റ്റ് കൂടും. അങ്ങനെയാണ്. താഴെയല്ലേ? അതാണ് നമ്മളെ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ്. നമുക്ക് വണ്ടിയില്ല, നമുക്ക് നേരെ റീൽ എടുക്കാം. കുറച്ച് ബാക്കിൽ ഇറങ്ങിന്നോ, പാട്ട് വെക്കാം. കുറച്ച് കൂടി പോയാ റോഡിൽ വണ്ടി ഒന്നും ഇല്ല. ഈ റോഡില് അധികം വണ്ടി വരാറില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ സ്ഥലം ഏതാന്ന് അറിയണമെങ്കിൽ ഡു കമന്റ് ഹിയർ. ഓക്കെ. ഇനി കളിക്കണോ? വയ്യട്ടോ. ഓക്കെ.
അടുത്ത നമുക്ക് പാട്ട് വരട്ടെ. പാട്ട് വരട്ടെ, വെയിറ്റ് ചെയ്യാവേ. വണ്ടി വരില്ലേ ആവോ? വണ്ടി വരില്ലായിരിക്കും. വെയിറ്റ് ചെയ്യും. കൊറേ പ്രാവശ്യം കളിച്ചു കേട്ടോ നമ്മള്. ഇത് സെറ്റ് ആയിട്ടുണ്ടാവും തോന്നുന്നു. നമുക്ക് അതൊക്കെ അറിയില്ല എങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് വട്ടാന്ന് വിചാരിക്കല്. നല്ല നല്ല രസമുണ്ട് ഈ സ്ഥലത്ത് നിന്നില്ലേ. റീടേക്ക് പോയാലും നല്ല ചൂടെടുക്കുന്നില്ല. അതെ, സ്വെറ്റ് ആവുന്നില്ല. എന്ത് സുഖമാണെന്നറിയോ? അതെ, കൊറേ റീടേക്ക് നമ്മൾ പോയി. എന്നാലും നമുക്ക് നല്ല രസമാണ് ഇങ്ങനെ കളിച്ചോടെ. നമ്മള് ഇതില് പെർഫെക്ഷൻ ഒന്നും നോക്കില്ല, സ്റ്റെപ്പില് പെർഫെക്ഷൻ ഒന്നും നോക്കുന്നില്ല. നമുക്കറിയാവുന്ന പോലെ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ കളിക്കാം. അതെ, ഇത് ആരും ഇല്ല ഇവിടെ. ചവിട്ടിയാ ഇല്ല, ചാണകത്തെ ചവിട്ടിയാനിപ്പോ. നിനക്ക് തേയിലക്കാടിന്റെ നടുക്കുന്ന് ഡാൻസ് കളിക്കണോ? അതിന്റെ ഇടയ്ക്ക് ഇതിനെ കൂടെയൊക്കെ നല്ല റോഡ് ഉണ്ട്. നമുക്ക് തേയിലക്കാടിന്റെ അങ്ങോട്ടേക്കൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. എങ്ങോട്ടാ പോകുന്നേ? എവിടെ പോകുന്നത്? കുറച്ച് 2-3 റീടേക്ക് എടുത്തതിന്റെ ഒരു ഹാങ് ഓവർ ആണ്. ഡോണ്ട് മൈൻഡ്. യെസ്, ഡോണ്ട് മൈൻഡ്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് തേയിലക്കാടിന്റെ അങ്ങോട്ടേക്ക് നടന്നിട്ട് വരാന്ന് ഓർത്തു. ഇവിടെ എങ്ങോട്ടേക്കാ പോകുന്നത്? എടാ, ചില തേയിലയിൽ പൂവിട്ടിട്ടുണ്ടല്ലോ, അതിൽ കായ ഉണ്ടാവോ? കായ ഉണ്ടാവും. ആ കായ കഴിക്കാൻ പാടില്ല. എന്താ കഴിക്കാൻ പാടില്ല? ഞാൻ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടാവോ? ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്ത്, ഇതിന് കളറൊന്നും ഇല്ല. അത് മൊട്ടാന്ന് തോന്നുന്നു. കായ ഉണ്ടാവും. പോവാ. അതെ, എടാ ഞാൻ പറഞ്ഞതില്ലേ, നീ തേയിലൊന്നും വേണ്ടി പോവാ. തേയിലല്ല, ഇതില് നീ പറഞ്ഞ കുരുല്ലേ ഞാൻ കണ്ടത്. കണ്ടോ? ഇവിടെ മഞ്ഞ് കയറി തുടങ്ങി കേട്ടോ. അതാ നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഫോഗ് കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഡാർക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള ആ ഒരു സ്ഥലം ഒന്നും ഇപ്പൊ കാണാനില്ല. ഫുള്ള് വൈറ്റ് ആയിട്ട് അവിടെ കേറി വരുന്നുണ്ട് ഫോഗ് ആ സൈഡിന്ന്. പിന്നെ അവിടെ അതാ ഫോഗ് കയറി വരുന്നു. നേരത്തെ പശുവിനൊക്കെ ക്ലിയർ ആയിട്ട് കാണായിരുന്നു അടുത്ത് തന്നെ. അതാ ഇവിടെയൊക്കെ ഫോഗ് കയറി തുടങ്ങിട്ടോ. നല്ല കൂൾ വെതറാണ്. നല്ല ആൽക്കഹോളിക് വെതർ അല്ലേ? ഇതൊക്കെ ആൽക്കഹോളിക് വെതർ. ഇതൊക്കെ കുരു. ഇതാണ് ഇതാ തേയിലിന്റെ കുരു. ഇത് പച്ചയാണ്. പക്ഷെ ഇത് കഴിക്കാൻ പറ്റൂല്ലോ കേട്ടോ. ചുമ്മാ എടുത്ത് കഴിക്കല്ലേ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ആവശ്യമില്ലാണ്ട് സാധനങ്ങൾ എടുത്ത് കഴിക്കല്ലേ. നമുക്ക് കുറച്ച് മുകളിൽ പോണോ? മുകളിലൊന്നുമില്ല, ജസ്റ്റ് ഈ തേയിലിന്റെ ഇതിലെ കൂടെ നടക്കാം. നല്ലൊരു അവിടെ ഒരു ചായക്കടയുണ്ട്. നമുക്ക് ആ ചായക്കടയിൽ പോയാലോ? നടന്നു പോവാം. മറ്റേ ചാർലിന്റെ സ്ഥലത്ത് പോകുന്നുണ്ട്. ചാർലിയുടെ സ്ഥലത്ത് ഇനി ലൈറ്റ് പോയിട്ടുണ്ടാവും. അവിടെ പോയിട്ട് കാര്യമില്ല. നമുക്ക് നാളെ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇരുട്ടും തോന്നുന്നല്ലേ? ഇത് ഇപ്പൊ തന്നെ ഇരുട്ടിയിട്ടുണ്ട്. മുട്ടക്കലക്കാണോ? ശരിക്കും അങ്ങനെ തന്നെയാണോ ലിറിക്സ്? എനിക്കറിയില്ല, ഞാൻ ലിറിക്സ് ഒന്നും ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. ആ ഒരു ഓളത്തിന് നമ്മൾ ഡാൻസ് കളിക്കുന്നുള്ളൂ. വായിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഫോഗ് എനിക്ക് ഇതിൽ കാണുമെന്നാണ്. ഫോഗ് ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട് മറ്റേ പുഴയിലെ വെള്ളമൊക്കെ പോലെ അടിച്ച് കേറുന്നിടാ. ഇതേപോലെ കേറും. തൊണ്ടയ്ക്ക് സീനാ എനിക്ക്. നിനക്ക് നാളെ നല്ല അടിപൊളിയായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ, എനിക്കും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു നല്ലൊരു സൂപ്പർ ചായ കുടിക്കാം. ചായ കിട്ടോ? നാടൻ ചായ കൂടെ കൂടിയിട്ട് ഞാൻ വെറും കട്ടനാണ് കുടിച്ചോണ്ടിരുന്നത്. എനിക്ക് പാല് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്കും അതിന്റെ മുമ്പേ എനിക്ക് ത്രോട്ട് പെയിൻ ആയിരുന്നല്ലോ. ഇന്ന് ഞാൻ ഒരു ഗ്ലാസ് ചായ രണ്ടും കൽപ്പിച്ച്, എനിക്ക് മാറിയിട്ടില്ല, രണ്ടും കൽപ്പിച്ച് ഞാൻ മറ്റേ പാലൊഴിച്ച് ചായ കുടിച്ചു. എന്തോ ഒരു മിസ്സിങ്. ചായ കുടിച്ചില്ലേ കുഴപ്പമില്ല, പക്ഷെ കട്ടൻ ചായ കുടിക്കണ്ടല്ലോ. അതുകൊണ്ട് ചായയും കൂടെ കുടിക്കാം നമുക്ക്. ലൈറ്റ് പോയിട്ടില്ലെങ്കിൽ ചാർലിയുടെ അവിടെയും കൂടി പോവാം. ഓക്കെ, നമ്മൾ ചായക്കട എത്തിയിട്ട് നല്ലൊരു വൈബ് സ്പോട്ടിൽ സൂപ്പർ ചായക്കട. ഒറ്റയ്ക്ക് നല്ല ഇരിക്കാൻ, നല്ല കാറ്റ്, തണുത്ത കാറ്റ്, നല്ല വ്യൂ കേട്ടോ. നല്ല വൈബ്. നോക്ക് ഈ ഒരു വ്യൂ നോക്ക്, ഞാൻ കാണിച്ചു തരാം. ഈ വ്യൂ വേറെ ലെവൽ കേട്ടോ. ഈ ചായക്കട പ്ലേസ് ചെയ്ത ഒരു സ്ഥലമില്ലേ, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. അവിടെ സീറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടി. സംഭവം വേർത്താട്ടോ ഇവിടെ വന്നത്. ഐ മീൻ ഇങ്ങോട്ട് അകത്തേക്ക് കേറിയത്. ഇത് നമുക്കറിയാം, നമ്മൾ പണ്ട് വരുന്ന സ്ഥലം ഇതൊക്കെ. ഇപ്പൊ പുതിയതായിട്ട് ചായക്കടയൊക്കെ തുടങ്ങി വൈബാക്കിയിട്ടുണ്ട്. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. നമുക്കൊരു ചായ പറയാം. ചായ പറഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഓ, ഇവിടെ കൊതിയാവും നിനക്ക്.